ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ എക്സ്ട്രാ സബ്ജക്റ്റ്. ഈ വീഡിയോ വേർബിനെ കുറിച്ചാണ്. ഇംഗ്ലീഷിലെ ക്രിയകളെ അല്ലെങ്കിൽ വേർബിനെ അവയുടെ പ്രവർത്തനത്തെയും രൂപത്തെയും അടിസ്ഥാനമാക്കി പലതരത്തിൽ തരംതിരിച്ചിരിക്കുന്നു. അതാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് തരിക. നേരെ വീഡിയോയിലേക്ക് പോകാം. വേർബ് എന്നാൽ എന്ത്? Verbs are the action words in a sentence that describe what is the subject is doing. ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിൻ്റെ പ്രവർത്തനത്തെ കാണിക്കാണ് വേർബ് ചെയ്യുന്നത്. എ വേർബ് ഈസ് എ വേർഡ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഫിസിക്കൽ ആക്ഷൻ, എക്സാമ്പിൾ ഈറ്റ്, എ മെൻ്റൽ ആക്ഷൻ, എക്സാമ്പിൾ തിങ്ക്, ഓർ എ സ്റ്റേറ്റ് ഓഫ് ബീങ്. ഒരു ശാരീരിക പ്രവർത്തനത്തെയോ മാനസിക പ്രവർത്തനത്തെയോ ഒരവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ് വേർബ് അല്ലെങ്കിൽ ക്രിയ. വേർബ് എന്നാൽ എന്തെന്ന ചോദ്യത്തിന് ഉത്തരമായി. ഇനി ടൈപ്സ് ഓഫ് വേർബിനെ പറ്റി നോക്കാം. ഫസ്റ്റ്, ആക്ഷൻ വേർബ്. ആക്ഷൻ വേർബ് എന്ന് വെച്ചാൽ പ്രവർത്തന ക്രിയ. പേര് സൂചിപ്പിക്കുന്ന പോലെ അത് പ്രവർത്തനത്തെ കാണിക്കുന്നു. സെക്കൻഡ്, സ്റ്റാറ്റീവ് വേർബ്. ഡിസ്ക്രൈബ്സ് എ സ്റ്റേറ്റ് റാദർ ദാൻ ആൻ ആക്ഷൻ. ഒരവസ്ഥയെ വിവരിക്കുന്നു. എക്സാമ്പിൾ നോ, ബിലീവ്. ആക്ഷൻ വേർബിൻ്റെയും സ്റ്റാറ്റീവ് വേർബിൻ്റെയും വിശദമായൊരു വീഡിയോ പിറകെ ചെയ്യുന്നുണ്ട്. അതിൽ വിശദമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. തേർഡ്, ലിങ്കിങ് വേർബ്സ്. സബ്ജക്റ്റിനെ സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റുമായി ബന്ധിപ്പിക്കുന്നു. കോമൺ ലിങ്കിങ് വേർബ്സ് ആർ ആം, ഈസ്, ആർ, വാസ്, വെർ. ഫോർത്ത്, ആക്സിലറി വേർബ്സ്. സഹായ ക്രിയകൾ. ടെൻസസ്, മൂഡ്, വോയിസ് എന്നിവ രൂപപ്പെടുത്തുന്നതിന് മെയിൻ വേർബിനൊപ്പം പ്രവർത്തിക്കുന്നു. കോമൺ ആക്സിലറി വേർബ്സ് ബി, ഹാവ്, ഡു എന്നിവയാണ്. ഫിഫ്ത്ത്, മോഡൽ വേർബ്സ്. എക്സ്പ്രസ്സസ് എബിലിറ്റി, നെസസിറ്റി, പോസിബിലിറ്റി ആൻഡ് പെർമിഷൻ. എക്സാമ്പിൾ ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്. മോഡൽ വേർബിനെ പറ്റിയുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ്ഡ് മോഡൽ വേർബിൻ്റെ ഒരു വീഡിയോ താമസമില്ലാതെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അത് കുറേ കൂടി കോംപ്ലക്സ് ആണ്. സിക്സ്ത്, റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ്. വേർബിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി വിഭജിച്ചിരിക്കുന്നു. സെവൻത്, ഫ്രേസൽ വേർബ്സ്. വേർബ്സ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ മെയിൻ വേർബ് combined with a preposition or an adverb or both, which creates a meaning different from the original verb. Example, give up, look after. Eighth, dynamic verbs. Describes actions, process that can have a beginning and an end. Ninth, reflexive verbs. Verbs where the subject and object are the same. Example, she dressed herself. 10th, finite verbs. Verbs that have a subject and show tense, mood or aspect. Example, they are eating. ഇപ്രകാരം പലവിധത്തിലുള്ള വേർബ്സ് ഇംഗ്ലീഷിലുണ്ട്. അവയോരോന്നും ഓരോ പ്രവൃത്തിയും ചെയ്യുന്നു. ഇംഗ്ലീഷ് ഗ്രാമറിൽ വേർബിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.